പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേറെയൊരു സ്ഥലം കാണിച്ചു തരാം. യേശു വിടുവിക്കുന്നു ശുശ്രൂഷയിലെ പല സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സ്ഥലം ഒരു തോട്ടമാണ്. ദൈവം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് മനോഹരമായ ഒരു വലിയ തോട്ടം തന്നു. ഇതെന്തിനാണ് ദൈവമേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ദൈവം പറയുകയുണ്ടായി, നീ ഇതൊരു പ്രാർത്ഥനാ തോട്ടമാക്കി മാറ്റണം. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. ഇനിയുള്ള കാലങ്ങളിൽ അനേകം ജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും എന്ന് ദൈവം പറഞ്ഞു. അപ്രകാരം ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ വേദപുസ്തകത്തിലെ 3 തോട്ടങ്ങളെ ദൈവം ഓർമ്മിപ്പിച്ച് ആ 3 വിധം തോട്ടങ്ങളെ ഈ സ്ഥലത്ത് നിർമ്മിക്കണമെന്ന് ദൈവം പറഞ്ഞു. ആദ്യത്തെ തോട്ടം ഏദൻ തോട്ടമാണ്. ഏദൻ ഒരു വലിയ തോട്ടമല്ലേ? അവിടെയല്ലേ ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചത്? അപ്പോൾ ദൈവം ആ തോട്ടത്തിന് കൊടുത്ത പേരെന്തായിരുന്നു? ദൈവത്തോടൊത്ത് നടക്കുന്ന തോട്ടം. അവിടെ ദൈവം ആദാമിന്റെയും ഹവ്വയുടെയും കൂടെ നടക്കാൻ ചെല്ലുമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവം അതിൽ നടന്നു. അതിനാൽ ഈ തോട്ടത്തിന് ഗാർഡൻ ഓഫ് വാക്കിംഗ് വിത്ത് ഗോഡ് എന്ന് പേരിട്ടു. ദൈവത്തോടൊത്ത് നടക്കുന്ന ഒരു വശം. അവിടെ കുറച്ച് നടക്കാനും പ്രാർത്ഥിക്കുവാനും പിന്നീടിരുന്ന് ധ്യാനിക്കാനും വേണ്ട സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. ശരി, ബാക്കിയുള്ള തോട്ടങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ശരി, ഇന്ന് ദൈവം എനിക്ക് തരുന്ന വചനം എന്താണ് എന്ന് ചോദിക്കുകയാണോ? ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യം. യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നോ? നിങ്ങൾ ഉന്നതമായിരിക്കണം. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിൽ ഉയർന്ന സ്ഥാനത്തെത്തണം. ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ ഉയർന്ന സ്ഥാനത്തുണ്ടാവണം. ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഉയർന്നയൊരു സ്ഥാനത്തുണ്ടാവണം. 1-ാം സ്ഥാനത്തുണ്ടാവണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നെ വാലാക്കാതെ തലയാക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നിങ്ങളെ സകല ജാതികൾക്കും മീതെ വെക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളെ വെക്കും. ഇല്ലല്ലോ, ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ. നിങ്ങൾ കഷ്ടപ്പെട്ടാലൊന്നും ഉയർന്ന സ്ഥാനത്തെത്തിച്ചേരാൻ സാധിക്കില്ല. അഥവാ എത്തിയാലും അതിൽ കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഞെരുക്കവും ഉണ്ടാകും. യഹോവ നിങ്ങളെ ഉയർന്ന സ്ഥാനത്തിരുത്തണം. അപ്പോൾ ഉയർന്ന സ്ഥാനത്തെത്താൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ വചനത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കും. ദൈവം പറയുന്നത് അതാണ്. ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു, പ്രയത്നിക്കുന്നു, ധാരാളം പഠിക്കുന്നു, അതിന് പ്രയത്നിക്കുന്നു, എന്തൊക്കെ ചെയ്താലും ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടോ? ദൈവം പറയുന്നു, ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. മടിയന്മാരെ സഹായിക്കാനാവില്ല. നന്നായി പഠിച്ചാലേ വിജയിക്കാനാവൂ. നന്നായി അധ്വാനിച്ചാലേ അനുഗ്രഹത്തെ കാണാൻ സാധിക്കൂ. അവയെല്ലാം തീർച്ചയായും വേണം. എല്ലാത്തിനേക്കാളും മികച്ചത് ദൈവത്തിന്റെ ശബ്ദം ശ്രദ്ധിച്ച് കേട്ട് ദൈവത്തിന്റെ വാക്കിന് ചെവി ചായ്ച്ച് ദൈവം പറയുന്നത് പ്രകാരം പ്രവർത്തിക്കുന്നതിൽ സത്യസന്ധരായിരിക്കണം. അതാണ് ദൈവം പറയുന്നത്. അങ്ങനെ ചെയ്താൽ നിങ്ങളെ ഉയർത്തുന്നതായിരിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പഠിച്ച ഒരു കാര്യമാണ്. ഈ ശുശ്രൂഷ ഒരു ചെറിയ ഗ്രാമത്തിൽ ചെറുതായി ആരംഭിച്ചതാണ്. ഇന്ന് ലോകം മുഴുവനും പരന്ന് പല രാജ്യങ്ങളിലും സുവിശേഷം അറിയിക്കാനായി ദൈവം ഉയർത്തിയിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയോ? അതെന്റെ സാമർഥ്യമൊന്നുമല്ല. ദൈവത്തോട് സത്യസന്ധത പാലിച്ച് ദൈവം പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് അപ്രകാരം നടന്നതുകൊണ്ടുണ്ടായ അനുഗ്രഹമാണ് അത്. വളരെ സിമ്പിൾ. അതിനാൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കൂ. ദൈവം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. ദൈവം പറയുന്ന കൽപ്പനകൾ പ്രകാരം നടക്കുന്നതിൽ സത്യസന്ധത പാലിക്കൂ. ദൈവം നിങ്ങളെ ഉയരത്തിലെത്തിക്കും. അത്ര തന്നെ. ഇപ്പോൾ മനസ്സിലായോ? ഇന്ന് സമർപ്പിക്കുമോ? ദൈവമേ, അങ്ങയുടെ കൽപ്പനയ്ക്ക് ഞാൻ കീഴടങ്ങി അതിന് സത്യസന്ധതയോടെ പ്രവർത്തിക്കുവാനായി എന്നെ സമർപ്പിക്കുന്നു. അങ്ങ് പറയുന്നത് പോലെ എന്റെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കാം. അങ്ങ് പറയുന്നത് പോലെ ചെയ്യാമെന്ന് സമർപ്പിച്ചു നോക്കൂ. യഹോവ എല്ലാ ജനങ്ങൾക്കും മീതെ നിങ്ങളെ ഉയരത്തിലെത്തിക്കും. എന്നാൽ പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുവാനും അങ്ങയുടെ വാക്കുകൾ കേട്ട് അപ്രകാരം നടക്കുവാനും അതിൽ നേരുള്ളവനായി അങ്ങയെ അനുഗമിക്കുവാനും എന്നെ സമർപ്പിക്കുന്നു. അങ്ങ് വാക്ക് തന്നതുപോലെ എന്നെ ഉയരത്തിലെത്തിക്കും. എന്നെ മഹത്വപ്പെടുത്തും. എന്റെ ചുറ്റുമുള്ള സകല ജനങ്ങൾക്കും മീതെ എന്നെ ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.